നല്ല ചൂടുണ്ട് കേട്ടോ. ഇതാ സമയം വൈകല്ല. ഓ ചക്കോത്തീനല്ലേ? ആ നിങ്ങ പോമ്പേ പറഞ്ഞല്ലേ ചക്കോത്തി പാങ്ങാക്കണെന്ന്, കിട്ടീനല്ലേ? ആ അച്ഛനെ എല്ല് കൂട്ടൂലല്ല, അവിടെ കുറച്ച് മത്തിയും വാങ്ങും. ഞാൻ പാത്രം കഴുകാനല്ല. അച്ഛൻ ചക്കയിലിട്ട് വെച്ചാൽ എല്ല് കൂട്ടുവാ? അച്ഛൻ ചക്കയിലിട്ട് വെച്ചാലൊന്നും ബീഫിന്റെ എല്ല് കൂട്ടൂല, പോത്തിന്റെ എല്ല് കൂട്ടൂല. അച്ഛൻ കോഴിയെ കൂട്ടൂല. കോഴിന്റെ അച്ഛൻ എന്നാക്കിട്ടമ്മ എന്നാ ഇതാ ഇത് എടുത്ത് ചെറിയ കഴുകണ്ടേ. രണ്ട് സഞ്ചി ഉണ്ട്. കഴുകട്ടെ. ഇതിന്റെ രക്തമെല്ലാം നല്ല വൃത്തി പോണം. പോത്തിന്റെ ബ്ലഡ് പോണെന്ന് പറയുന്നു. കഴുകി നീറ്റാക്കണം. അപ്പം നമ്മുടെ എല്ല് നല്ല വൃത്തി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലിട്ട് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ കേട്ടോ, കുക്കറിലിട്ട് കൊടുക്കുക. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഓക്കെ, ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. വെന്തില്ലേ? അപ്പം നമ്മുടെ എല്ല് ഇവിടെ വെന്തിട്ടുണ്ട്. ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്ക ഇവിടെ ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വലിയ ഉള്ളി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങ കൊത്തുണ്ട്, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ട്, പിന്നെ കറിവേപ്പില. എന്നാൽ പിന്നെ ചട്ടി വെച്ച് കൊടുക്കുക അല്ലേ? ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി ചൂടാവട്ട്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. തേങ്ങ കൊത്തിടുക. ഇനി അടുത്ത ഇഞ്ചി വെളുത്തുള്ളിയെ ഉള്ളി ഇട്ടോ. നമ്മളെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഉള്ളി വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിനി. കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയിലെ കളറിൽ മാറി വന്നിട്ടുണ്ട്. തീ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചും കൂടി ഇടും. മുളക് പൊടി കുറച്ചും കൂടി ഇടും. കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ലേശം. കുറച്ച് ഗരം മസാലപ്പൊടി. ഓക്കെ, അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തോടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കുക. ഇതിലേക്ക് നമ്മുടെ
ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഇളക്കി വെച്ചാൽ അപ്പം നമ്മുടെ ചക്ക നമ്മുടെ എല്ലി കടന്നിട്ട് ഒന്നും കൂടി വേണം. അടച്ചോട്ടെ. അപ്പം എന്തായി നോക്കട്ടെ. ചക്കല ഏകദേശം വെന്തിട്ടുണ്ടല്ലേ. അല്ലൊന്ന് മിക്സാക്കി. ചക്കലൊന്ന് അല്ലൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ചക്ക. ചെറിയ ഇതുകൊണ്ട് ഉപ്പുണ്ടോക്കാലോ. ചക്ക മതി ഉപ്പുണ്ടോക്കിട്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ലാസ്റ്റ്. ഒന്നുകൂടി ചക്ക ഉടക്കാനുണ്ട്. മറ്റേ കയ്യിൽ വേണം അല്ലേ ചേട്ടയുടെ? ചേട്ടക്കൈ ഉടച്ചെടുക്കണം. കുരുമുളക് പൊടി അപ്പോൾ നമ്മുടെ ചക്ക നല്ല വൃത്തി ഉടച്ചെടുത്തിട്ടുണ്ടേ. ഇതിന് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പില, കുറച്ചല്ല 2-3 തണ്ട് അല്ലേ. ഓക്കെ, എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ എല്ലും ചക്കയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഫുഡ് കഴിക്കില്ല ചേട്ടാ. അപ്പോൾ ഇന്ന് ചോറില്ല, നമ്മളെ എല്ലും ചക്കയും മാത്രമേ ഇല്ല. കഴിക്കാം. ആഹാ, കാണുന്നതിന് വായിൽ കപ്പൽ വിടും അല്ലേ. കുറച്ച് ഇന്നാരുമില്ല. നവലും അശ്വലും സ്കൂപ്പ് പോയിനി, വൈകി സ്കൂപ്പ് പോയിനി, എല്ലാവരും സ്കൂപ്പ് പോയിനി. അച്ഛൻ കൂട്ടൂല, അമ്മക്ക് കൊണ്ട് കൊടുക്കണം. അച്ഛന് മത്തിക്കറി ആക്കിയിട്ടുണ്ട്, അത് കൊണ്ട് കൊടുക്കണം. ഏതായാലും നമ്മ ഇത് കഴിക്കാൻ വിചാരിച്ചു. ഇന്ന് ചോറാക്കിയിട്ട അല്ലേ. എന്നാൽ കഴിക്കട്ടെ. കഴിച്ചു നോക്കിയേ. രസമുണ്ടാ? എന്നാൽ പിന്നെ ഞാനും കഴിക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ മസാലയിൽ കുഴഞ്ഞ നമ്മുടെ ചക്ക. തേങ്ങ കൊത്ത് കടിക്കാൻ കിട്ടുന്നില്ല. പൊളി. ആ ബീഫിൻ്റെ നെയ്യിലെ സ്വാദെല്ലാം നല്ല വൃത്തി കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, സംഭവം സൂപ്പർ. ചൂടോടെ കഴിക്കാൻ തന്നെയാണ് നല്ലത്. എല്ലിൻ്റെ ഇറച്ചിയെല്ലാം ഇതിലേക്ക് തന്നെ കുഴഞ്ഞിട്ടുണ്ടാവും. ഇടയ്ക്കൊക്കെ എല്ല് കടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ. ഓക്കെ, ചക്കയുണ്ടെങ്കിലേ കുറച്ച് എല്ലും വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ. ചക്കനും ഇപ്പം സീസൺ കഴിയാനാവാനായി. സംഭവം സൂപ്പറാവട്ടെ.